അത് മഴ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുൻകൂട്ടി പ്രതീക്ഷിച്ചതാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാ വോട്ടുകളും കൃത്യമായി പോൾ ചെയ്യിക്കാൻ കഴിയുന്ന, മഴയല്ല ഏത് വലിയ പേമാരിയും കൊടുങ്കാറ്റും വന്നാലും ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ വോട്ടും പോൾ ചെയ്യിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഞങ്ങൾ മുൻകൂട്ടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. എന്ത് വലിയ പ്രതികൂല കാലാവസ്ഥ ഉണ്ടായാലും, പോളിംഗ് എത്ര കുറഞ്ഞാലും ഞങ്ങളെ അത് ബാധിക്കില്ല. പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ മഴ മുൻകൂട്ടി കണ്ടു തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പോളിംഗ് ശതമാനം മഴയുടേതായ ഒരു പ്രയാസമുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഞങ്ങളുടെ വോട്ടുകളെല്ലാം കൃത്യമായി അത് പോൾ ചെയ്യിക്കാൻ ആവശ്യമായ കൃത്യമായ അറേഞ്ച്മെൻറ്റ്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്ത് വലിയ പ്രയാസം വന്നാലും. ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ചെറിയ ഒരു പാളിച്ച പറ്റി. ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ മഴക്കാലത്ത് തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഒരുപാട് പ്രയാസമുണ്ട്. മണ്ണിടിച്ചൽ ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് മുൻകൂട്ടി കാണുന്നതിൽ, അത് പരിഗണിക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ചെറിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നന്നായി കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ അത്ര വലിയ പ്രയാസമല്ല, ചെറിയ ചാറ്റൽ മഴയുള്ളൂ, മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ പോളിംഗ് ബൂത്ത് തന്നെ മുങ്ങിപ്പോകുന്ന അത്ര ഭയാനകമായ അന്തരീക്ഷമുള്ള സ്ഥലമാണ്. അവിടെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഈ മഴക്കാലത്ത്, മൺസൂൺ കാലത്തിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് നടപടി പൂർത്തീകരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടും അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയത് വലിയ ഒരു വീഴ്ച തന്നെയാണ്. വഴിക്കടവ് രണ്ടാം നമ്പർ ബൂത്തിലൊരു വിവിപാറ്റിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. അവിടെ 50 പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ തടസ്സം എന്തോ ഉണ്ടായി, വിവിപാറ്റിൽ പേര് തെളിഞ്ഞില്ല എന്ന് പറയുന്നു. അത് സ്വാഭാവികമായ ഒരു സാങ്കേതിക വീഴ്ചയായി ഞങ്ങൾ കാണുന്നില്ല. കാരണം അതിനകത്ത് ഞങ്ങൾ സംശയമുണ്ട്. ഞങ്ങൾക്ക് എന്തോ തണ്ണിക്കടവ് ബൂത്ത് എന്ന് പറയുന്നത്, ആ ബൂത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നിയോജകമണ്ഡലത്തിലെ UDFൻ്റെ ഏറ്റവും കുത്തക ബൂത്താണ്. അവിടെ തന്നെ 50 വോട്ടുകളോളം പോൾ ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് അതിൽ വലിയ ആശങ്കയുണ്ട്, പരാതിയുണ്ട്. ഇപ്പോൾ അവിടെ പോളിംഗ് തുടരുന്നുണ്ട്. ഞങ്ങളത് റീപോളിംഗ് ആവശ്യപ്പെടും. ആദ്യം വോട്ട് ചെയ്ത 50 പേർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ റീപോളിങ്ങോ വേണ്ടി വരും. അത് ഞങ്ങൾ കൃത്യമായി ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചിട്ടുണ്ട്. അതെ, നിലവിൽ 50ഓളം ആളുകൾ വോട്ട് ചെയ്തതിന് ശേഷമാണ് ഈ തകരാറ് ശ്രദ്ധയിൽപ്പെടുന്നത്. ഏതായാലും ആ 50 പേരുടെ കാര്യം പിന്നീട് തീരുമാനിക്കാം. ഇപ്പോൾ തൽക്കാലം സാങ്കേതിക തകരാറ് പരിഹരിച്ച് വോട്ടെടുപ്പ് തുടരുകയാണ്. എന്തായാലും ഞങ്ങൾ അതിൽ റീപോളിംഗ് ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നല്ല പ്രതീക്ഷയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് പിണറായി വിരുദ്ധ തരംഗമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് പോളിംഗ് ബൂത്തിൽ നിന്ന്, ജനങ്ങൾക്കിടയിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. പിണറായി വിരുദ്ധ തരംഗം ഒരു ഓളമായി തുടങ്ങി, അതൊരു തിരമാലയായി മാറി, അതൊരു സുനാമിയായി മാറുമെന്ന പ്രതീക്ഷയാണ്. UDFൻ്റെ ഭൂരിപക്ഷം കുതിച്ചു വരും. പ്രവചനാതീതമായ ഒരു ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾക്ക് വിജയിച്ചു വരാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും ഐക്യജനാധിപത്യ മുന്നണി കൃത്യമായ ആധിപത്യം പുലർത്തിയിരുന്നു. അത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം, വോട്ട് ചേർക്കൽ പ്രക്രിയ ആയാലും, അവിടെ നിന്ന് ഇങ്ങോട്ട് പര്യടനമായാലും, കുടുംബയോഗങ്ങളായാലും, കുട്ടിക്കലാശം വരെയുള്ള തിരഞ്ഞെടുപ്പിൻ്റെ നിഖില മേഖലകളിലും ഐക്യജനാധിപത്യ മുന്നണി സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിലെത്തും. PV അൻവർ പിടിക്കുന്ന വോട്ട് ഇടതുപക്ഷ വോട്ടാണ്. അദ്ദേഹം 9 വർഷം അദ്ദേഹം MLA ആയിരുന്നത് CPMൻ്റെ MLA ആണ്. ഇടതുപക്ഷത്തിൻ്റെ MLA ആണ്. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ആ പ്രാഥമികമായ ഒരു രാഷ്ട്രീയ സമവാക്യം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ വോട്ടുകളെ അദ്ദേഹം ഭിന്നിപ്പിക്കും. തീർച്ചയായും ആ ഒരു ഇടതുപക്ഷ വോട്ടുകൾ ഞങ്ങളുടെ വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നതോടുകൂടി ഞങ്ങളുടെ ഭൂരിപക്ഷം കുതിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്.